മോഹൻലാൽ നായകനെ എത്തിയ തുടരും 27-ാം ദിനത്തിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. ഈ ഒരു 27-ാം ദിനത്തിലും ആദ്യ ദിനത്തെ പല സിനിമയുടെയും പ്രകടനമാണ് സിനിമ കാഴ്ചവെക്കുന്നത്. 658ഓളം ഷോകൾ ഇതുവരെ ട്രാക്ക് ചെയ്തപ്പോൾ 20,000-ഓളം ടിക്കറ്റുകൾ മോർണിംഗ് സെക്ഷനിൽ വിറ്റുപോയിരിക്കുന്നു. മിഡ് വർക്കിംഗ് ഡേ ആണ് ബുധനാഴ്ച. സാധാരണഗതിയിൽ വലിയ രീതിയിലുള്ള ഇടിവാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഇടിവ് തന്നെയാണ്. കാരണം 10% ഓക്യുപ്പൻസി വന്നിരിക്കുന്നത്. ഇതിൻ്റെ 10% എന്ന് പറയുന്ന പല സിനിമയുടെയും 80% ഓക്യുപ്പൻസിയുടെയൊക്കെ പോലെ അല്ലെങ്കിൽ 50 മുകളിലുള്ള ഓക്യുപ്പൻസിയാണ് മിഡ് ഡേയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് നമുക്ക് 31 ലക്ഷം രൂപയാണ് ഇതുവരെ ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 15,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തും. ഒപ്പം ഇതിൽ ഏതെങ്കിലും അണിയറ പ്രവർത്തകർ തുടരുമെന്ന സിനിമയുടെ കാണുന്നുണ്ടെങ്കിൽ ഒരു റിക്വസ്റ്റ്, ചില ആരാധകരുടെ ആവശ്യമാണ് അവർക്ക് ഫ്രീ ടിക്കറ്റ് എന്നുള്ളത്. ഫ്രീ ടിക്കറ്റ് എന്നല്ല അവർ പൂർണ്ണമായും ഉദ്ദേശിക്കുന്നത്. അതായത് 5-6 പേര് ചേർന്നിട്ട് സിനിമയ്ക്ക് വീട്ടിൽ നിന്ന് പോകുമ്പോൾ സാമ്പത്തികം ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരാൾക്ക് 150 രൂപ അല്ലെങ്കിൽ 200 രൂപയുടെ റേഞ്ചിലുള്ള ടിക്കറ്റുകൾ വരുമ്പോൾ ഏകദേശം 1000-ന് മുകളിൽ വരും. അപ്പോൾ ഒരു 50% ഒരു ഗ്രൂപ്പായിട്ട് പോകുന്ന ഫാമിലി ആയിട്ടൊക്കെ പോകുന്നവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് വലിയ രീതിയിലുള്ള ഒരു അനുഗ്രഹമായിരിക്കും. ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് നടത്തുമ്പോൾ അങ്ങനെ ചെയ്യാൻ നമ്മൾ നിർദ്ദേശിക്കുക അല്ലെങ്കിൽ അങ്ങനെ സജസ്റ്റ് ചെയ്യുകയൊന്നുമല്ല. പക്ഷേ ഓൾറെഡി പ്രോഫിറ്റായെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, വലിയ വിജയമായി എന്നറിയാം. അതിൻ്റെ സന്തോഷം എല്ലാവർക്കുമുണ്ട്. ഒപ്പം ഇത് തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്, സാമ്പത്തികം പ്രശ്നമുള്ളത് കൊണ്ട് മാത്രം കാണാത്തത്. അവർക്ക് 1-2 പേർ കമൻസ് ഇട്ടുകൊണ്ട് മാത്രമാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, കൊടുക്കാതിരിക്കുക. പക്ഷേ നമ്മളതൊരു അവരുടെ വാക്കുകൾ നമ്മളിലൂടെ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്തു കൊടുക്കാം, നിങ്ങളുടെ മനസ്സുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഇതുവരെ 39,000-ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 70 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയി. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 112 കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് കളക്ഷനിലേക്ക് ഒന്ന് പോകാം. കേരളത്തിൽ നിന്ന് 26 ദിനം കൊണ്ട് നേടിയത് 113 കോടിയോളമാണ് സിനിമ. അതേപോലെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നേടിയത് 20 കോടിയാണ്. ഓവർസീസിൽ നിന്ന് 93.5-94 കോടിയോളം. ഇതെല്ലാം റൗണ്ട് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് പറയാം 19.75 കോടിയായിരിക്കാം റെസ്റ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ചെറിയ എമൗണ്ടിൻ്റെ ഡിഫറൻസിൽ നമ്മൾ അത് റൗണ്ട് ഓഫ് ചെയ്ത് പറയുന്നു എന്നുള്ള മാത്രമാണ്. മൊത്തത്തിൽ സിനിമ 225 കോടി എന്നുള്ള ആ റേഞ്ചിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പല ട്രാക്കേഴ്സ് മുഖാന്തരം വരുന്നതും പല ആളുകൾ മുഖാന്തരം വരുന്ന ഒരു കണക്കുകളാണ്. അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ഏറ്റക്കുറവുകൾ ഉണ്ടാകാം. ചിലപ്പോൾ 224 ആയിരിക്കാം, ചിലപ്പോൾ 225.5 ആയിരിക്കാം. എന്നാലും നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് പറയുകയാണ്. എക്സാക്ട് ഫിഗർ അല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ഇതിനോട് അടുത്ത് തന്നെയാണ്. ഈ ഒരു സിനിമ മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന അല്ലെങ്കിൽ അവർ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. പേര് പോലെ തന്നെ ഈ ഒരു പേര് അമ്മാതിരി ഒരു ഗംഭീര പേരായി പോയെന്ന് തന്നെയാണ് സിനിമയ്ക്ക് ഇട്ടപ്പോൾ. ആദ്യം കേട്ടപ്പോൾ തുടരുമോ എന്നൊരു ചോദ്യം പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഇന്ന് സിനിമ ഇറങ്ങി കഴിയുമ്പോൾ മനസ്സിൽ ഈ ഒരു സിനിമ തുടർന്നുകൊണ്ടേയിരിക്കും. ഇനിയും ഏതൊരു വ്യക്തിയുടെയും മനസ്സിൽ അവരുടെ സിനിമ അല്ലെങ്കിൽ അവർ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഈ ഒരു സിനിമ ഓർമ്മകളിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 27-ാം ദിനത്തിലും മികച്ച പ്രകടനമാണ്. ഇന്നലെ സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞു. 1,15 ലക്ഷം രൂപയോളമാണ് അറിയാൻ കഴിയുന്നത്. ഇന്നും 1 കോടിയോളം എത്തുമെന്നുള്ളതിന് സംശയങ്ങളില്ലാതെ ആയിരിക്കുകയാണ്. എന്തായാലും അത് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഇന്നത്തോടുകൂടി സിനിമ 227 കോടിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറെക്കുറെ ആ റേഞ്ചിലേക്കാണ് സിനിമയുടെ ഇന്നത്തെ പ്രകടനം പ്രതീക്ഷിക്കുന്നത്. ഇനി വരുന്ന ശനി ഞായർ ദിനങ്ങളിൽ ഇതിൻ്റെയും മുകളിലേക്കുള്ള കളക്ഷൻ പോകും. ഒപ്പം OTT കാര്യങ്ങളൊക്കെയാണ് നമുക്കൊരു ആശങ്ക. കാരണം ഇത്രയും ജനങ്ങൾ കയറുമ്പോൾ സിനിമ OTTയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ ക്ഷീണമാണ് സാധാരണ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ബിസിനസ് സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു എമൗണ്ട് ആയിരിക്കാം. അത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിലൊക്കെ നമുക്ക് പുറകെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്ത് തരണം. ദാൽസില.